ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം മാതാവേ പോൽ മനസ്സിൽ കരുണ, ജനകനെ പോലവേ ക്ഷേമചിന്ത, ഭ്രാതാവേ പോലെ ഏന്തും നിതു ഹൃദി സകജ സ്നേഹവും മോഹമെന്നേ. വേദത്തെ പോലെയോതും അറിവും നൃപതിയെ പോലെ പാലിച്ചിടും ഇന്നേതല്ലോർത്താലെനിക്കൻ ഗുരുപദമതിനെ സന്തതം ഞാൻ തൊഴുന്നേൻ. ഓം ജയ നാരായണ ഗുരുപ്രിയേ ശിവഗിരീശ്വരി ശാരദേ ചതുരാസ്യാക്ഷി ശരചന്ദ്രമരീചികേ. പരമകാരുണികനായ ശ്രീനാരായണ പരബ്രഹ്മ തൃപ്പാദങ്ങളിൽ പ്രണാമം അർപ്പിക്കുന്നു. ശ്രീ ശാരദാംബികയുടെ തൃച്ചേവടികളിൽ പ്രണാമം അർപ്പിക്കുന്നു. ആചാര്യപാദങ്ങളിൽ പ്രണാമം അർപ്പിക്കുന്നു. ആത്മസഹോദരങ്ങളെ, ഏവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. മങ്ങാട് ബാലചന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം 96-ാം ഭാഗം. അവതരണം: ചെത്തുന്നതിനേക്കാൾ മാനം. തൃശൂരിലുള്ള ഒരു ഭക്തന്റെ ഗൃഹത്തിൽ ഗുരുദേവൻ വിശ്രമിക്കുന്നുണ്ടെന്നറിഞ്ഞ് ധാരാളം പേർ അവിടെ തടിച്ചുകൂടി. പലരും അന്നാദ്യമായി ഗുരുദേവനെ കാണുകയായിരുന്നു. എന്നാൽ ഗുരുദേവൻ അവരോടെല്ലാം വളരെ കാലമായി പരിചയമുള്ളതുപോലെയാണ് സംഭാഷണം ചെയ്തിരുന്നത്. അവരുടെ തൊഴിലും കുടുംബകാര്യങ്ങളും കുട്ടികളുടെ വിദ്യാഭ്യാസവും ഒക്കെ ഗുരുദേവൻ ചോദിച്ചറിഞ്ഞു. അവിടെ കൂടിയിരുന്ന പുരുഷന്മാരിൽ കൂടുതൽ പേരും ചെത്ത് തൊഴിലാക്കിയിട്ടുള്ളവരായിരുന്നു. അതറിഞ്ഞപ്പോൾ ഗുരുദേവൻ മദ്യപാനം കൊണ്ടുണ്ടാകുന്ന ദൂഷ്യഫലങ്ങളെപ്പറ്റി അവരോട് പറഞ്ഞു. എന്നിട്ട് കള്ളും ചെത്തും പാടെ ഉപേക്ഷിക്കണമെന്ന് ഉപദേശിക്കുകയും ചെയ്തു. അതെല്ലാം കേട്ടുനിന്ന ഒരു ഗുരുഭക്തൻ അപ്പോൾ മുന്നോട്ട് വന്ന് വളരെ വിനയവാനായി പറഞ്ഞു: സ്വാമി, വേറെ ഉപജീവനമാർഗം ഒന്നുമില്ലാത്തവരാണ് ചെത്തിന് പോകുന്നത്. ഗുരുദേവൻ ആ ഭക്തനെ അടുത്തേക്ക് വിളിച്ചു. എന്നിട്ട് അയാളോടായി എല്ലാവരും കേൾക്കെ പറഞ്ഞു: ചെത്തിനുള്ള കത്തി 4 ഓരോ കഷണം കൊണ്ട് മുടി വടിക്കാനുള്ള ഓരോ കത്തിയുണ്ടാക്കാം. അതുകൊണ്ട് നടക്കുന്നതായിരിക്കും ചെത്തുന്നതിനേക്കാൾ മാനം. നല്ല ആദായവും ഉണ്ടാകും. അത് കേട്ട് ഒന്നും മിണ്ടാതെ നിന്ന അയാളെ ഒന്നുകൂടി നോക്കിയിട്ട് ഒരു പുഞ്ചിരിയോടെ ഗുരുദേവൻ
എല്ലാവരോടുമായി ഇങ്ങനെ പറഞ്ഞു: ചെത്തൊരു മഹാപാതകമാണ്. മീൻപിടുത്തത്തേക്കാൾ പാപമാണ്. ചെത്തുന്നവരെ കൊണ്ട് തേങ്ങ ഇടുവിക്കാമല്ലോ. കുറച്ച് കയറിയാൽ മതി, ബുദ്ധിമുട്ടും കുറയും. പക്ഷേ തേങ്ങ ഇടുവാൻ കയറ്റിയാൽ ഒരു സമയം വാസന കൊണ്ട് ഇവർ മുകളിലേക്ക് കയറും. സൂക്ഷിക്കണം. എല്ലാവരും അത് കേട്ട് ചിരിച്ചു. അവതാരവരിഷ്ടം സർവാനുഗ്രഹദായിനം നാരായണ ഗുരും വന്ദേ സർവമംഗളസിദ്ധയേ. ഗുരുദേവ കഥാസാഗരം. ചെത്തുന്നതിനേക്കാൾ മാനം. അവതരണം ഗുരുതൃപാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം ജയിക്കട്ടെ.